അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എത്ര എത്ര അനുഭവങ്ങളാണ് വന്നിട്ടുള്ളത്. എത്രയാ നിങ്ങളുമായിട്ട് സംവദിച്ചിരിക്കുന്നത്. വസന്ത, പേര് ചങ്ങരംകുളം, സ്ഥലം ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീഴില്ലേ. ഒന്നതിൽ നിന്ന് കരകയറ്റി തരൂ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചില സങ്കടങ്ങളൊക്കെ വന്നപ്പോൾ അമ്മ പറഞ്ഞ അനുഭവമാണ്, കേൾക്കാം. ഭഗവാനിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എൻ്റെ മോളുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നേ. അവള് നാട്ടിലില്ല. ഫോൺ വിളിച്ചപ്പോ ആണ് ഈ കാര്യം പറഞ്ഞത്. അത് ഇപ്പൊ ആയിട്ട് 3 കൊല്ലായി. അവിടെ ഹോസ്പിറ്റൽ കാണിക്കുന്നു. അവര് കുഴപ്പമില്ല എന്നാ പറഞ്ഞിരുന്നത്. ഞാനെന്നും ഭഗവാനോട് പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടിക്ക് ഒന്നും വരുത്തരുതേ എന്ന് പറയും. എല്ലാ മാസവും ഞാൻ ഗുരുവായൂർ പോവാറുണ്ട്. മോളുടെ പേരിൽ അഹസ് വഴിപാട് നേർന്നു. ഞാൻ അഹസ് കഴിഞ്ഞ് കുറച്ച് പ്രസാദം അപ്പം കിട്ടിയിട്ടോ. വൈകിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുതു. ഊണ് കഴിക്കാൻ വരിക്ക് നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം നിന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഒന്ന് മയങ്ങി. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ മോളുടെ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് തിരമാല പോലെ ഒരു സാധനം പോകുന്നത് ഞാൻ കണ്ടുട്ടോ. എൻ്റെ കുട്ടിയുടെ ആ അസുഖം ഭഗവാൻ മാറ്റിത്തന്നു കാണിച്ചു തന്നതാവും. ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചപ്പോൾ 5 ഡേയ്സ് ലീവിന് വന്നു അവള്. അപ്പോൾ ആ മുഴ ഡോക്ടറെ കാണിച്ചു. അത് കീറി ടെസ്റ്റിന് അയച്ചു. 2 ഡേ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടോ. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാനോട് പറഞ്ഞിരുന്നു, ത്രിമധുരത്തിൽ ഞാൻ പറഞ്ഞോളാമെന്ന്. ഭഗവാൻ എൻ്റെ വിളി കേട്ടു. ഇനിയും കുറേ അനുഭവങ്ങളുണ്ട് പറയാൻ കേട്ടോ. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ വരുമ്പം നമ്മൾ ഭഗവാന്റെ കാൽക്കൽ വീഴൂലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മെഡിക്കൽ കാര്യം കൂടെ അല്ലേ ഇതിൽ. എന്താണ്, ബ്രസ്റ്റിലൊക്കെ മുഴ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയ ലംബായി കഴിഞ്ഞാലും നിങ്ങൾ ഒട്ടന്നെ പോയി ഡോക്ടറെ അടുത്ത് പോകുക കേട്ടോ. ചിലപ്പോൾ അത് നോർമലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് എത്ര നേരത്തെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാറാൻ എളുപ്പമാണ്. ഭഗവാൻ അയക്കുന്നല്ലേ ഡോക്ടർമാരെ. നമ്മൾ ഡോക്ടർമാരെ ഭഗവാന്റെ രൂപമായിട്ടാണ് കാണേണ്ടത്. നമ്മൾ ഉടൻ തന്നെ പോവുക, വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗുരുവായൂരും കാര്യങ്ങളൊക്കെ പോയി പറയുകയും ചെയ്യുക. ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമായിട്ടാണ് ഡോക്ടർമാരൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ ചികിത്സിക്കാനും ഒക്കെ നമുക്ക് നേർവഴി കാട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ വേഗം ഡോക്ടറെ അടുത്തേക്ക് പോവുക, ചികിത്സ തേടുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാം കൂടി ആവുമ്പം ഇതെല്ലാം പരിഹരിച്ച് അങ്ങോട്ട് കിട്ടും. അതൊക്കെയല്ലേ സുഖം. എന്തായാലും അമ്മയ്ക്കും സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അനുഭവം പറഞ്ഞു, എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ജോയിൻ ബട്ടണിലൂടെ വരിക കേട്ടോ. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചപൂജാലങ്കാരം തകൃതിയായിട്ട് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ശരിയാവുന്നവർക്ക് നമ്മൾ നറുക്കെട്ടെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.